നമസ്കാരം, ടിനിക്കഥകളിലേക്ക് വീണ്ടും സ്വാഗതം. 2018 എന്ന സിനിമയുടെ ഹാങ് ഓവറിലാണ് ഞാൻ ഒരിക്കലും കാണരുതെന്ന് വിചാരിച്ചിരുന്നൊരു വർഷമാണ്, സിനിമയല്ല വർഷമാണ് 2018. ഇനി ഒരിക്കലും കാണണമെന്നില്ല. കാരണം ഞാനൊരു പ്രളയബാധിതനാണ്, എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു പോയവനാണ്. ഞാൻ അവിടെ നിന്ന് വീണ്ടും തുടങ്ങിയവനാണ്. ഞാനത് ജൂഡിനെ വിളിച്ച് പറയുകയും ചെയ്തു, ആ പോസ്റ്റ് വിട്ട് സപ്പോർട്ട് ചെയ്ത്. ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഫാമിലിയായിട്ടാണ് കണ്ടത്. എൻ്റെ വൈഫിനൊക്കെ വൈഫ് അതോടുകൂടി മാനിയാക്കായി പോയിരുന്നു. കാരണം ഈ ഇരുട്ടും, അതായത് ഈ ക്ലൗഡ്സൊക്കെ കാണുമ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് അവൾക്ക് പ്രശ്നമുണ്ടാവും. അന്നത്തെ അനുഭവങ്ങളാണ്. അപ്പോൾ ജൂഡുമായിട്ട് കുറേ നേരം 2 ദിവസം ഞാൻ സംസാരിച്ചിരുന്നു. ആസിഫ് അലിയോട് സംസാരിച്ചിരുന്നു. കാരണം ഞാൻ സ്വപ്നവാഹനമായിട്ട് മേടിച്ച എൻ്റെ ഒരു കാറൊക്കെ നഷ്ടപ്പെട്ടതാണ്. എൻ്റെ ഫസ്റ്റ് ഫ്ലോർ എല്ലാം പോയതാണ്. എൻ്റെ മകൻ അന്ന് കാണിച്ചൊരു ബുദ്ധിയുണ്ട്. അവൻ്റെ വീഡിയോ ഗെയിം എടുത്ത് 2ാമത്തെ നില കൊണ്ട് വെച്ചു. അത് മാത്രമാണ് രക്ഷപ്പെട്ടത്. അന്ന് ഞാൻ അവനെ കളിയാക്കിയിരുന്നു. കാരണം നിനക്കൊല്ല പ്രാന്തുണ്ട്, വീടിൻ്റെ മുറ്റത്ത് വരെ വെള്ളം വരാറില്ല എന്നും പറഞ്ഞിട്ട്. എനിക്കന്ന് ഒരു 50,000 രൂപയുടെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു, എടപ്പാളിലായിരുന്നു. തിരിച്ചു വന്നപ്പോൾ 50 ലക്ഷം പോയി എന്ന് പറയാം. അതിന് വേണ്ടിയിട്ട് പോയതുകൊണ്ടാണ് പറ്റിയത്. അല്ലെങ്കിൽ എനിക്ക് വാഹനങ്ങൾ മാറ്റാമായിരുന്നു. അന്ന് എൻ്റെ മകന് ഇതിപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഈ അന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഫീൽ ചെയ്യുന്നൊരു സംഭവമാണ്. ഇതിപ്പോൾ ഞാൻ അന്നുണ്ടായ തമാശകളിലേക്കാണ് കിടക്കുന്നത്. അത് ഞാൻ ചൂടായിട്ടൊക്കെ ഇപ്പോൾ പറയുമ്പോൾ ഒരു തമാശയായിട്ട് വന്നത്. ഞാൻ പ്രളയബാധിതനായതുകൊണ്ട് വളരെയധികം വേദനിച്ച സമയമാണ്. പക്ഷേ ഞാൻ എന്ത് വേദനയും പിന്നീട് ഒരു തമാശയ്ക്ക് മാറ്റിയിട്ടത് ആസ്വദിക്കാനേ ശ്രമിക്കാറുള്ളൂ. നമ്മൾ വേദനിച്ചാൽ നമുക്ക് മാത്രമാണ് വേദന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, മറ്റാർക്കും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒരു തമാശയായിട്ട് കാണുക. അന്ന് എൻ്റെ അടുത്ത് ഞാൻ ചിരിച്ചുകൊണ്ട് കിടക്കണപ്പോൾ പലരും പറഞ്ഞു, നിനക്കെന്താ കിളി പോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ്, ഇത് നമ്മുടെ കുറ്റമല്ലോ, വന്നു കയറിയതാണല്ലോ. ഞാൻ മദ്യപിച്ചോ ലഹരി മരുന്നിന് അടിമയായോ അല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണ് പിടിച്ചോ ഒന്നും പോയതല്ല. ദൈവവിധിയാണ്. അത് ദൈവം എനിക്ക് തിരിച്ചു തരും, ദൈവം എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു തരും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് വീണ്ടും രാവും പകലും ഞാൻ അധ്വാനിച്ച് തന്നെ വീണ്ടും തിരിച്ചു കയറി. കാരണം പ്രകൃതി എടുത്തത് പ്രകൃതി തരും, പ്രകൃതി തന്നത് ചിലപ്പോൾ പ്രകൃതി എടുക്കുകയും ചെയ്യും. അങ്ങനെ അന്ന് മകന് രാജഗിരി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അവനെ മാവേലിയായിട്ട് സെലക്ട് ചെയ്തു. അത്തച്ചമയത്തിന് പ്രധാന മാവേലിയ, ഇത്തിരി വണ്ണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വൈഫും മകനും കൂടി അത്തച്ചമയത്തിന് മാവേലിയാക്കാൻ അവനെ കൊണ്ടുപോകുന്നു. ഞാൻ എടപ്പാൾ ഉദ്ഘാടനത്തിന് പോകുന്നു. അമ്മ തൊട്ടടുത്ത് ഫ്ലാറ്റിലുണ്ട്. ആ ഒരു മാവേലിയെ കേരളത്തിൽ ആ വർഷം ഉണ്ടായിരുന്നുള്ളൂ, 2018. കാരണം നല്ല ഐശ്വര്യമായിരുന്നു. പുള്ളി മാവേലി നാട് വാണിടും കാലം, മനുഷ്യരെല്ലാം ഒന്നുപോലെ ആയ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നുള്ളതാണ്. എല്ലാവരും ഒരുപോലെയായിരുന്നു, അതിർത്തികളുണ്ടായിരുന്നില്ല, മതിലൊക്കെ പൊളിഞ്ഞ് എല്ലാവരും ഒരുപോലെയായി. ആ ഫീലൊക്കെ നമുക്ക് തിരിച്ചു വന്നൊരു പടമാണ് 2018. അതിൽ ത്രൂ ഔട്ട് എനിക്ക് ഇങ്ങനെ വിഷമങ്ങളായിരുന്നു. കാരണം ഞാൻ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്നായിരുന്നു, ജാതിയും മതവും ഒന്നുമില്ല. കാരണം ഒരു ദുരന്തം വരുമ്പോഴാണ് നമ്മൾ ഒന്നിക്കുന്നത്. അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ വൈരാഗ്യം, മതവൈകാര്യം ഒക്കെ നടന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇത് മറക്കുന്നത് ഒരു ദുരന്തം വരുമ്പോൾ മാത്രമാണ്. അതാണ് നമ്മുടെ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. അല്ലാത്ത സമയത്ത് നമ്മൾ അതുപോലെ ആയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നേ. അപ്പോൾ അന്ന് രക്ഷപ്പെടുത്തലുകൾ ഒരുപാടുണ്ടായിരുന്നു. ഓരോരുത്തരും ഓരോ രീതിയിൽ രക്ഷപ്പെടുത്തുന്നു. എൻ്റെ വീടിൻ്റെ അടുത്ത് എബി എന്നും പറഞ്ഞിട്ടൊരാൾ, എല്ലാത്തിനും അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എബി അവിടുത്തെ രക്ഷാപ്രവർത്തനമായിരുന്നു. ഞാൻ വെള്ളപ്പൊക്കം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് നീന്താൻ പോലും അറിയാൻ പാടില്ല എന്നുള്ള അറിഞ്ഞത്. കാരണം പുള്ളി ധൈര്യത്തിൽ പുള്ളിയുടെ വഞ്ചിയിൽ ആൾക്കാരെ കയറ്റുന്നുണ്ട്. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പുള്ളി ആദ്യം മുങ്ങിപ്പോവും. പിന്നെ അത്ര വെയിറ്റ് ഒന്നുമില്ല, ഒരു 12 കിലോ ഒക്കെ ഉണ്ടാവുള്ളൂ. പുള്ളിക്ക് മീശയാണ് ഒരു 22 കിലോ ഉള്ളത്, മുടിയുണ്ട്. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോഴേ പുള്ളി 40 കിലോ മൊത്തമുള്ളൂ. അപ്പോൾ ഈ മനുഷ്യൻ, എൻ്റെ അമ്മയാണെങ്കിൽ ഫ്ലാറ്റിൻ്റെ മുകളിലാണ് താമസിക്കുന്നത്. അവിടെ പ്രശ്നമില്ല, കാരണം ആദ്യത്തെ നില മാത്രം ഇങ്ങനെ മുങ്ങിയിട്ടുള്ളൂ. അവിടെ ഒരു പ്രശ്നമില്ല. അമ്മേനെ വിളിച്ചിറക്കി വഞ്ചിയിൽ കയറ്റി തോപ്പുംപടി കൊണ്ട് ഇറക്കി വിട്ട് ഒരു ബന്ധുവില്ലാത്ത സ്ഥലത്ത് അമ്മ തോപ്പുംപടിയിൽ നിൽക്കുക. അപ്പം ഞാൻ ഫോൺ ചെയ്യുമ്പോൾ വൈഫും മോനും തൃപ്പൂണിത്തുറയിൽ നിൽക്കുന്നു, അമ്മ തോപ്പുംപടിയിൽ നിൽക്കുന്നു, ഞാൻ അങ്കമാലിയുടെ അപ്പുറം. അത് കഴിഞ്ഞ് ഇങ്ങനെ വരാൻ പറ്റില്ല. 3 പേരും 3 സ്ഥലത്താണ്. വല്ലാത്തൊരു ടെൻഷനിലാണ്. ഇപ്പോൾ പറയുമ്പോൾ തമാശയായിട്ട് പറയുന്നുണ്ടെങ്കിലും എൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വല്ലാതെയാണ്. എൻ്റെ കൂടെ എൻ്റെ അസിസ്റ്റൻ്റായിട്ടുള്ള മനു എന്ന് പറഞ്ഞിട്ടുള്ള അവൻ മാത്രമാണുള്ളത്. എൻ്റെ അളിയൻ്റെ വീടുണ്ട് അങ്കമാലിൽ, ഒരുപാട് ബന്ധുക്കളുണ്ട്. ഇനി അവിടെ തങ്ങേണ്ടി വരും 3-4 ദിവസം. അപ്പം ഞാൻ വീട്ടിലേക്കൊന്ന് പോകണം. അയ്യോ, ആ ഏരിയയിലേക്ക് പോവുകയും ചെയ്യല്ലേ, കാരണം ഫുള്ള് വെള്ളം മുങ്ങിയിരിക്കുകയാണ്. അപ്പോഴും ഞാൻ ഓർക്കുന്നത്, എൻ്റെ കാറിൻ്റെ ചില്ലടഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ചെളിയൊന്നും കയറില്ല, അവിടെ കിടപ്പുണ്ടാവുമായിരിക്കും എന്ന് വിചാരിച്ചു. അവിടുത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും കൂടി വേറൊരു പൊക്കമുള്ള സ്ഥലത്ത് കാറ് മാറ്റിയിട്ടിരുന്നു. അപ്പോൾ വെള്ളപ്പൊക്കത്തിന് സുഖമായിരുന്നു. കാരണം വെള്ളപ്പൊക്കം വന്നിട്ട് ആ കാറുകളെല്ലാം കൂടി അങ്ങ് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഫുള്ള് പോയി എല്ലാം. കാരണം കൂടുതൽ ബുദ്ധിമുട്ട് വേണ്ടി വന്നില്ല വെള്ളപ്പൊക്കത്തിന്. എൻ്റെ വണ്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത്തിരി വില കൂടിയ വണ്ടി ആയതുകൊണ്ട് അതിലൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതായത് വെള്ളം വന്ന് ഈ ചില്ലിൽ തട്ടിയാൽ അപ്പം തന്നെ അത് താണു കൊടുക്കും. കാരണം ഈ പുഴയിലൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റമാണ്. അപ്പോൾ ഒന്ന് തുമ്മിയാൽ മതി, എന്തെങ്കിലും ഒരു തുപ്പൽ തെറിച്ച് അപ്പം തന്നെ താന്നങ്ങ് കൊടുക്കും. അത്ര നല്ല വണ്ടിയാണ്, ഭയങ്കര ടെക്നോളജിയാണ്. കാരണം ഇവിടെ വെള്ളപ്പൊക്കം വന്നിട്ടില്ല, അപ്പോൾ അങ്ങനത്തെ ഒരു ടെക്നോളജിയാണ് അതിൻ്റെ അകത്തുള്ളത്. എൻ്റെ ആ വാഹനമൊക്കെ പോയി. ഞാൻ ഇൻഷുറൻസിൻ്റെ അവിടെ ചെന്നപ്പോൾ അയാൾ പറയാണ്,
കത്തലായിരുന്നെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു, കത്ത് പിടിച്ചതായിരുന്നെങ്കിൽ. ഇത് വെള്ളം വരുമെന്ന് അതിനൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ്. കുഴപ്പമില്ല, ഞാൻ ചാനലിൽ കയറി നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയെ കുറിച്ച് ഞാൻ കയറി പറയുമല്ലോ, ഞാൻ പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ എയർലാവും അല്ലെങ്കിൽ വയറിലാവും. അത് ഞാൻ പറഞ്ഞ് ഇത് ഞാൻ എൻ്റെ ലൈവിലും പറയും ചാനലിലും പറയും. പുള്ളി പറഞ്ഞു വെള്ളപ്പൊക്കത്തിന് ഇൻഷുറൻസ് തരാൻ ഒരു ഇതുമില്ലെന്ന്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യം സെറ്റിൽ ചെയ്ത് തന്നെ ഇരിക്കും. അതിന് ഫുൾ കവർ ഇൻഷുറൻസ് ഒക്കെ തന്ന്. ചില സ്ഥലത്ത് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാതെ വയ്യ. നമ്മൾ ഈ കടിക്കാൻ പറ്റുന്ന പട്ടിയുടെ മുമ്പിൽ ഇതിങ്ങനെ വന്നിട്ട് കാര്യമില്ല, നമ്മളും തിരിച്ചൊന്ന് പേടിപ്പിച്ചില്ലെങ്കിൽ നടക്കില്ല. അപ്പോൾ ആദ്യം സെറ്റിൽ ചെയ്ത് തന്നെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥകൾ നടക്കണം. അപ്പോൾ ഒരു സിനിമാ താരം, ആലുവയിലുള്ളൊരു സിനിമാ താരം, അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായ ഒരു സംഭവമാണ്, വീട്ടിലുണ്ടായ ഒരു പ്രശ്നം. ഇനി ഈ നടൻ ആരാണ് എന്ന് ചോദിക്കരുത്, ഞാൻ എല്ലാത്തിലും ഇനി ഇങ്ങനെ പറയൂ കേട്ടോ. അവരെ മോശമാക്കാനല്ല പറയുന്നത്, ഈ ഒരു സംഭവമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. അദ്ദേഹം കൂട്ടുകാരും കൂടി ആലുവയിലൊരു ഫ്ലാറ്റിൻ്റെ മുകളിൽ കൂടുകയാണ്. അവർ ഭാര്യനെയൊക്കെ മാറ്റി, കാരണം ഫ്ലാറ്റിൻ്റെ അവിടെ അവർ വേണമല്ലോ, കാരണം അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ അവരുടെ ഫ്ലാറ്റ് സംരക്ഷിക്കാനും ബാക്കി കാര്യങ്ങൾ മാറ്റാനൊക്കെ ആയിട്ട്. അങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റ് പൊളിച്ചിട്ട് ഭക്ഷണം കിട്ടാത്ത അവസ്ഥയിൽ എല്ലാവരും കൂടി ഇടിച്ച് കയറിയെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരും കൂടി അങ്ങനെ ഇടിച്ച് കയറി എന്തൊക്കെയോ സാധനങ്ങൾ കിട്ടണ്ടേ, ആ സമയത്ത് ഭക്ഷണമില്ല. ഞാൻ ഒരു ഊണ് കിട്ടാൻ വേണ്ടി കഷ്ടപ്പെട്ട് എനിക്കറിയാം. കയ്യിൽ കാശ് വെച്ചിട്ട്, അതാണ് കാര്യം, കയ്യിൽ കാശ് മനുഷ്യനുണ്ടായിട്ട് കാര്യമില്ല. ചില അവസ്ഥകളുണ്ട്. ഞാനും എൻ്റെ ഡ്രൈവറും എൻ്റെ ഈ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ പയ്യനും കൂടിയിട്ട് എവിടം വരെ ഒരു പച്ചക്കറി ഊണ് കിട്ടാൻ വിശന്നിട്ട് പാടില്ല, അങ്ങനെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം സുഹൃത്തുക്കളും കൂടി ചേർന്നിട്ട് ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മോഷ്ടിച്ചതല്ലോ കേട്ടോ, എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടി അവർ കാശ് കൊടുക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ കിട്ടിയ പാക്കറ്റുകളൊക്കെ എടുത്തുകൊണ്ടെന്ന് വെച്ചു. ഇവർ ഇവിടെ എല്ലാം സ്റ്റോർ ചെയ്തു, ഫ്രിഡ്ജിലൊക്കെ കയറ്റി. കാരണം നമുക്ക് നാളെ എന്താവും എന്നുള്ള അറിയില്ലല്ലോ, കാരണം ഇനി ഇത് വെള്ളപ്പൊക്കം കൂടി വരുമോ. അപ്പോഴത്തെ അവസ്ഥ ഇപ്പോഴും മഴ പെയ്യുമ്പോൾ നാളെ എന്താവും എന്നുള്ള ചിന്തയിലാണ് നിൽക്കുന്നത്. അലേർട്ടുകൾ, ഈ നിറങ്ങളൊക്കെ വന്നു തുടങ്ങി അതിന് ശേഷമാണ് ഓറഞ്ച്, യെല്ലോ, റെഡ് എന്നൊക്കെ പറയുന്ന അലേർട്ട്. അന്ന് അലേർട്ടില്ലല്ലോ. മഴ പെയ്ത് കഴിയുമ്പോൾ തന്നെ ഇനി എന്തായിരിക്കും അറിയാത്ത അവസ്ഥകൾ, ഇരുണ്ട് കൂടിയിരിക്കുന്നു. അപ്പോൾ ഇവർ എല്ലാം സ്റ്റോക്ക് ചെയ്തു. അങ്ങനെ വെള്ളപ്പൊക്കമൊക്കെ മാറി ശാന്തമായി. ബാക്കി പാക്കറ്റുകളൊക്കെ അവിടെയുണ്ട്, ഓരോന്നോരോന്നുണ്ട്, എന്തൊക്കെയൊന്നും നോക്കിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്നപ്പോൾ, ഇത് വേണമെങ്കിൽ സെൻസർ ചെയ്തോട്ടെ, ഇത് സംഭവിച്ച കാര്യമാണ്, ഇതിൻ്റെ അടിയിൽ എഴുതി കാണിച്ചു കുട്ടികൾ ഇത് കണ്ടെന്ന്. പക്ഷേ ഇതൊരു നിരോധിച്ച വസ്തുവൊന്നുമല്ല, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്തതല്ല, മനുഷ്യന് നല്ലതായിട്ടുള്ളൊരു ഗവൺമെൻറ് പ്രൊഡക്റ്റ് തന്നെയാണ്, ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നമാണ്. അങ്ങനെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞെങ്കിൽ ഈ വെച്ച പാക്കറ്റുകളിൽ ഒരു പാക്കറ്റ് കൊണ്ടുവരുന്നു. ഭാര്യ വന്നിട്ട് നിങ്ങളിവിടെ എന്തായിരുന്നു പരിപാടി, കള്ളുകുപ്പി കണ്ടു, എല്ലാവരും ആഘോഷിക്കുകയാണല്ലോ, അരിയുണ്ട്, ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചു. അയാൾക്കറിയില്ല, ഈ അങ്ങനത്തെ ഒരു സംഭവം ഇല്ലല്ലോ, കാരണം പുള്ളി ഇങ്ങനെ ആയിപ്പോയി. എനിക്കങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ എൻ്റെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഭാര്യ ഒരു കമ്മലെടുത്തിട്ട് ഇതാരെയെന്ന് ചോദിച്ചു. എനിക്കൊരു പിടുത്തില്ല. ഈ കുറുനാക്കൊക്കെ ഇറങ്ങിപ്പോയി എൻ്റെ. കാരണം ഒരു നുണ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, സ്ക്രിപ്റ്റ് ഉണ്ടാക്കി വെക്കാൻ പറ്റും. കമ്മൽ കണ്ടിട്ട് എനിക്കൊരു പിടുത്തില്ല. ഭാര്യ ആരുടെയാണ്? ക്ലച്ചും ബ്രേക്കൊക്കെ കൂടി ചവിട്ടിയിട്ട് ഞാൻ വണ്ടിയിൽ ഓടിക്കാൻ പറ്റില്ല. കാരണം ഇത് എങ്ങനെ വന്നൊന്നൊരു പിടുത്തില്ല. നമ്മൾ പ്രോഗ്രാമിന് പോകുമ്പോൾ പെൺകുട്ടികളൊക്കെ വരാറുണ്ട്. ഇതിപ്പോൾ പ്രോഗ്രാമിനൊന്നും പോയിട്ടുള്ള ഒരാഴ്ചയായിട്ട് ആരുമില്ല. പുള്ളിക്കാരി തന്നെ എനിക്കതിന് മറുപടി കണ്ടെത്തിയിട്ട്, നിങ്ങൾ ഇന്നലെ ഇത് സർവീസിന് കൊടുത്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു. ശിവനല്ല കൊണ്ടുപോയത്. ശിവനെ വിളിക്കുന്നു പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ പിടിക്കപ്പെട്ട സൈക്കിൾ മോഷണത്തിലെ പ്രതിയായ വ്യക്തിയുടെ അവസ്ഥയാണ്. അങ്ങനെ ഇതിട്ടു, അതായത് ലൗഡ് സ്പീക്കറിലിട്ട് ശിവനെ വിളിച്ചു. ശിവ ശിവ എന്ന് വിളിക്കുമ്പോൾ ദൈവത്തിനെ വിളിച്ചത്. ശിവ വീണ്ടും വിളിക്കുകയാണ്. ശിവ, നീ ഇന്നലെ ഈ വണ്ടി കൊണ്ടുപോയില്ലേ സർവീസിന്? വേറെ എവിടെയെങ്കിലും പോയിരുന്നാന്ന് ചോദിച്ചു. ഞാൻ വൈഫും മോളും കൂടി ഒരു റൗണ്ട് അടിച്ചെന്ന്. മോനെ, നീ 10 റൗണ്ട് അടിച്ചാലും കുഴപ്പമില്ല എന്നായി പോയി. എന്നിട്ട് അല്ല, മോൾക്ക് ഭയങ്കര ആഗ്രഹം. അവൻ പിന്നെയാണ് ഓർത്തത്, അവൻ്റെ ഒരു ആഗ്രഹം നോക്കി എൻ്റെ ഡീസൽ അടിച്ചിട്ട് നമുക്ക് ഇറങ്ങാൻ എൻ്റെ പജാറോലി വൈഫിനെ ഇരുത്തിയിട്ട് ഒരാഗ്രഹമല്ലോ, കുഴപ്പമില്ലത് നമ്മുടെ കൂട്ടത്തിലുള്ള പയ്യനെ ഞാൻ. പക്ഷേ അവൻ ഇനി എന്നും വാഹനം സ്വന്തമായിട്ട് വേണമെങ്കിൽ ഞാൻ കൊടുക്കും, കാരണം എൻ്റെ ജീവൻ രക്ഷിച്ചാണ്. ഞാൻ ചെയ്യാത്ത തെറ്റിനാണേ പെട്ടുപോണത്. പുള്ളി അപ്പോൾ ചോദിച്ചു, എന്തെങ്കിലും പോയിട്ടുണ്ടോയെന്ന് നോക്കിയടാ. പിന്നെ ഞാൻ ഇത് സ്ട്രോങ് അല്ല, സൗണ്ടൊക്കെ മാറി. അതെ, ഇത്ര ശിവ എന്നൊക്കെ വിളിച്ചിരുന്ന ആൾ. അതെന്തെങ്കിലും വൈഫിൻ്റെയോ മകളുടെയോ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യൂ. കൃത്യമായിട്ട് അവൻ പറയണത്. അവളുടെ ഒരു കമ്മൽ പോയിട്ടുണ്ട്. ഞാനിപ്പോൾ അങ്ങനെയല്ല പറഞ്ഞത്, നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാനൊരു ഫോട്ടോ ഇടാമെന്ന് പറഞ്ഞിട്ട് ഈ ഫോട്ടോ ഇട്ട് ഈ കമ്മലിൻ്റെ. ഇതെൻ്റെ മോളുടെ കമ്മലാണ്, 10-15 രൂപയുടെ കമ്മലുള്ളൂ, ചെറിയ കമ്മലാണ്. അപ്പോൾ അതും കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്രയും ലോക്കലാണോ താൻ, ചെറിയ ഇത്രയും ഇതുള്ള. അപ്പോൾ ഇതെൻ്റെ മോളുടെ കമ്മലാന്ന് പറഞ്ഞ് രക്ഷപ്പെട്ട്.
നമുക്കൊരു മെസ്സേജ് വന്നാൽ മതിയോ കുടുംബം തകരാൻ. അങ്ങനെയൊക്കെ ജീവിക്കണം നമ്മളൊരു കല്ലെറിയാനും പാവ് ചാടാനൊന്നും പോകാറില്ല. എന്നാലും ഇതുപോലെയൊക്കെ ചില സംഭവങ്ങളിൽ ഒരു മെസ്സേജ് വന്നാൽ മതി. മെസ്സേജുകളൊക്കെ വരുമല്ലോ. ഇതുപോലെ അന്ന് ഈ 2018 സിനിമ കാണുമ്പോൾ ഞാൻ ഓർക്കുന്ന ഇതിൻ്റെ ചിരിവശങ്ങളാണ്. പറവൂർ ഒരു സ്ഥലത്ത് സലീംകുമാർ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അതായത് അവിടെ ഹെലികോപ്റ്റർ വന്നു. ഈ സിനിമയിൽ ഹെലികോപ്റ്റർ വരുന്നൊരു സീനുണ്ട്. അപ്പോൾ അവിടെ ഒരാൾ, അതായത് ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിൽക്കുക. ഇയാൾ ചത്താലും ഈ ഹെലികോപ്റ്ററിൽ കയറില്ല. ഒറ്റ മുണ്ടെടുത്തുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ചേട്ടാ കയറുന്ന് പറഞ്ഞിട്ട് ഇയാൾ കയറുന്നില്ല. പിന്നെയാണ് പറഞ്ഞത്, ജീവൻ പോയാലും കുഴപ്പമില്ല, എൻ്റെ മാനം കളയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മുണ്ടിനിടയിൽ അണ്ടർവെയർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സംഭവം. കാരണം മുകളിലേക്ക് കയറുമ്പോൾ ഈ മുണ്ടും കൂടി പോയി കഴിഞ്ഞാൽ പുള്ളിയുടെ അവസ്ഥ ഓർത്തേക്ക്. ഇപ്പം നമ്മൾ ചിരിക്കുന്നു. എന്തായാലും ഞാനന്ന് കണ്ണീരൊന്നും പിടിച്ചില്ല. കാരണം ധൈര്യത്തോടു കൂടി തന്നെ നേരിട്ടത്. ഒരുപാട് ഇതുപോലുള്ള സംഭവങ്ങളിൽ ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇതുപോലെ തന്നെ വെള്ളപ്പൊക്കം വന്നപ്പോൾ, കോവിഡ് വന്നപ്പോൾ, നാളെ എന്താവുമെന്ന് അറിയില്ല, സിനിമയില്ല, സ്റ്റേജില്ല, ടി വിയില്ല. അപ്പോഴും ഞാൻ ഇതുപോലെ തന്നെ നിന്നിട്ടുള്ളത്. പിന്നെ ഇതുപോലെ സൈബർ ആക്രമണങ്ങൾ വരുമ്പോഴും ഞാൻ ഇതുപോലെ തന്നെ നിൽക്കാറുണ്ട്. നന്മയ്ക്ക് അവസാന വിജയം ഉണ്ടാവും എന്നുള്ളത് വിചാരിച്ചുകൊണ്ട് തന്നെ. അപ്പോൾ ഇതുപോലുള്ള ദുരന്തങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ. ഉണ്ടായാൽ തന്നെ നമ്മൾ തകർന്നു പോകരുത്. നമ്മൾ തകർന്നാൽ നമ്മുടെ കുടുംബം തകർന്നു പോകും. ഇപ്പോൾ 2018 ഓർമ്മപ്പെടുത്തുന്നത് ഒരു ദുരന്തമാണെങ്കിലും അതൊരു ഒരുമയുടെ ഒരു കൂട്ടായ്മ അതിൽ കാണിക്കുന്നുണ്ട്. അതാണ് അതിലെ ഫയർ. അതാണ് ജൂഡിൻ്റെ അടുത്ത് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞത്, ജൂഡേ, ഇതാണ് നമ്മുടെ ലഹരി, സിനിമയാണ് നമ്മുടെ ലഹരി. മാളികപ്പുറം ഇറങ്ങിയപ്പോഴും പറഞ്ഞു, അതിലൊന്നും മറ്റ് ലഹരികളും ഉണ്ടായിട്ടില്ല. ഈ സിനിമയും കലയും നമ്മുടെ ലഹരിയായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുമിച്ച് നമുക്ക് നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് 2018 നടന്ന ദുരന്തം നടന്നപ്പോൾ അത് നടക്കട്ടെ എന്നല്ല പറയുന്നത്, ഇന്നുണ്ടായ ഒരുമ നമ്മളുടെ ഇടയിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ മനുഷ്യർ ജാതിയും മതവും നമ്മൾ ചൂസ് ചെയ്തിട്ടല്ല നമ്മളതിൽ നിന്ന് ജനിച്ചതും വളർന്നതും. ഈ രാഷ്ട്രീയക്കാരായിട്ടൊന്നുമല്ല ജനിച്ചത്. അതെല്ലാം നമ്മളുണ്ടാക്കിയതാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന സ്നേഹം മാത്രമാണ്. സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക.